Hi dears, welcome to EdCom. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം അതാണ് കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. വിദ്യാ ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 10 ഈച്ച് അറ്റ് പ്രീമിയം 10%. അപ്പോൾ ഇവിടെ പ്രീമിയം 10% ആണ് 10 രൂപ വിലയുള്ള ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ 10 രൂപയുടെ 10% 10 × 10 / 100 ഈക്വൽ ടു 1. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഫേസ് വാല്യൂ 10ഉം അതേപോലെ പ്രീമിയം 1ഉമാണ്. ടോട്ടൽ 11. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ 4, അലോട്ട്മെന്റ് 4 എന്ന് പറയുമ്പോൾ അലോട്ട്മെന്റ് എത്രയേ ഉള്ളൂ? ശരിക്കും 3 ഉള്ളൂ അല്ലേ? സോ ബാക്കി 1 എന്താണ്? പ്രീമിയം ആണ്. അപ്പോൾ ആ ഒരു ബേസിൽ കഴിഞ്ഞ പാർട്ട് നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ആണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രീറ്റ്മെന്റ് ജേണൽ എൻട്രീസ്. വെൻ ദ എൻറ്റയർ എമൗണ്ട് ഈസ് കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ, ലംസം അപ്ലിക്കേഷൻ സമയത്ത് ലംസം എമൗണ്ടിലാണ് അല്ലെങ്കിൽ എല്ലാ എമൗണ്ടും ഒന്നിച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് നമ്മൾ നോർമലി കൊടുക്കുന്ന ജേണൽ എൻട്രി, അതിനോടുകൂടി ഡിസ്കൗണ്ടിലാകുമ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ടും കൂടെ അവിടെ നമ്മൾ കാണിക്കണം, ഷോ ചെയ്യണം. സോ ഇവിടെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആക്ച്വലി കമ്പനി സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫേസ് വാല്യൂവിനേക്കാളും കമ്പനിയുടെ ഫേസ് വാല്യൂവിനേക്കാളും കുറവിലാണ് അവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു എക്സ്പെൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തത്. കണ്ടത് ഡെബിറ്റ് ചെയ്തതിനുള്ള കാരണം അതാണ്. ഓക്കെ, നേരെ മറിച്ച് പ്രീമിയം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇത് ഡെബിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, കാരണം അത് ലോസ് ആണ് കമ്പനി സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് മാറാതിരിക്കാനാണ് പറഞ്ഞത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ദെൻ ഈ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോൾ ജേണൽ എൻട്രി ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് ആ ജേണൽ എൻട്രി കൊടുക്കുന്നു. അതിനോടുകൂടി ആ ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ ഇടയിൽ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നോർമലി എന്ത് തന്നെയാണ്? അലോട്ട്മെന്റ് മണിയോട് കൂടെ തന്നെയാണ് ഈ ഡിസ്കൗണ്ട് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാണിക്കുന്നത് അവിടെ തന്നെയാണ്. പിന്നെന്ത് ചെയ്യുക? ആ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ഇതാണ് അതിന്റെ ബേസ്. ബേസ് ജേണൽ എൻട്രീസ് ആണ്. അതിലിടയിൽ ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഒന്ന് കയറി വന്നു മാത്രം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മധു ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 ഷെയർസ് debentures 11 debentures are ₹100 each at discount ₹5 per debenture. ഒരു ഡിബഞ്ചറിന് മുകളിൽ ഡിസ്കൗണ്ട് എത്ര ഉണ്ട്? ₹5 ഉണ്ട്. അങ്ങനെ അപ്ലിക്കേഷൻ 25, അലോട്ട്മെന്റ് 35, ഫസ്റ്റ് കോൾ 20, ഫൈനൽ കോൾ 20. അങ്ങനെ ആകുമ്പോൾ അവിടെ നമുക്ക് അലോട്ട്മെന്റും 35 ആണ് അലോട്ട്മെന്റ്. ഈ 35-ല് നോർമലി ഡിബഞ്ചറിന്റെ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അലോട്ട്മെന്റിനോട് കൂടെ തന്നെ ആയിരിക്കും. ഈ 35-ല് 5 രൂപ എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ₹5 ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി 30 ഉള്ളൂ അലോട്ട്മെന്റ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 15,000 ഷെയർസ് ഇഷ്യൂ ചെയ്തത്, അതുകൊണ്ട് അപ്ലിക്കേഷന്റെ കേസിൽ 25 × 15,000. അലോട്ട്മെന്റിന്റെ കേസിൽ നമ്മൾ 2 കേസാക്കി പറയണം. 15,000 × 30, അതേപോലെ 15,000 × 5. Then first call 20 × 15,000, then 20 × 15,000. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് സിമ്പിൾ ആണ്. അപ്ലിക്കേഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്, ജേണലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ 15,000 × 25, 3,75,000. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. ആ റിസീവ് ചെയ്ത അപ്ലിക്കേഷൻ മണി ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് ആ സെയിം എമൗണ്ട് തന്നെയാണ്. ദെൻ ഇവിടെയാണ് നമുക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ഡിബഞ്ചർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി.
ഓക്കെ. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയോട് കൂടെ ഡിസ്കൗണ്ട് കാണിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ 15,000 ഇൻറ്റു 30 കണ്ടില്ല, 4,50,000 ചെയ്ത എമൗണ്ട്, ദെൻ 50,000 ഇൻറ്റു 5, ഈ 5 ആണ് എന്ത് ഡിസ്കൗണ്ട്, 75,000 ചെയ്ത ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആ എമൗണ്ട് ഇവിടെ കാണിക്കാം. അത്രേ ഉള്ളൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ കാണിക്കാം. ദെൻ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ഈ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണോ ആക്ച്വൽ എമൗണ്ട് കിട്ടിയത്, ബാങ്ക് എന്ന് പറയുമ്പോൾ ആക്ച്വൽ എമൗണ്ട് എത്രയാണ് കിട്ടിയത് എപ്പോഴും ശ്രദ്ധിക്കുക. ആ എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. ഈ 5,25,000 അല്ല, കാരണം 5,25,000 കിട്ടിയിട്ടില്ല, കാരണം അതിൽ 75,000 എന്താണ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ആക്ച്വലി കിട്ടിയത് 4,50,000 ആണ്. ആ 4,50,000 ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ഡ്യൂ, ദെൻ ഡിബഞ്ചർ റിസീവ് ചെയ്യുന്നു, ഫസ്റ്റ് കോൾ ടോ ഡിബഞ്ചർ ഫൈനൽ കോൾ ഡ്യൂ ആവുന്നു, ഡിബഞ്ചർ ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്നു. സിമ്പിൾ ആണ് ആ ജേണൽ എൻട്രീസ് ഒക്കെ, ബേസ്ഡ് ജേണൽ എൻട്രീസ് ആണ്. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, മറ്റൊരു ഓപ്ഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ക്യാഷ് ആണ്. ഇനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇനി ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഒക്കെ ഒരുപോലെ ആയിരുന്നു ഇതുവരെ, പക്ഷെ ഇനി ഇവിടുന്ന് കുറച്ച് വ്യത്യാസത്തിലാണ് പോകുന്നത്, കുറച്ച് ടൈപ്പ് മാറ്റമുണ്ട് ഇവിടെ. When a company purchase some asset or running a business, it may issue fully debentures instead of paying cash. ചില സമയത്ത് കമ്പനിക്ക് അസറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തിനേലും അസറ്റ് വാങ്ങും. സ്വാഭാവികമായിട്ടും ആ അസറ്റിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഫുള്ളി പെയ്ഡ് ഡിബഞ്ചേഴ്സ് കൊടുക്കും. അതാണ് കൺസിഡറേഷൻ ഫോർ അതർ ദാൻ ക്യാഷ്. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് വാങ്ങിയാൽ അതിന് തിരിച്ച് നമ്മൾ ക്യാഷ് ആയിട്ട് ക്യാഷ് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കും. ആ ക്യാഷ് കൺസിഡറേഷൻ കൊടുക്കുന്നതിന് പകരം ഡിബഞ്ചർ കൺസിഡറേഷൻ കൊടുക്കുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. എന്ന് വെച്ചാൽ ക്യാഷിന് പകരം ഡിബഞ്ചർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. സോ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ദ ജേണൽ എൻട്രീസ് വിൽ ബി ആസ് ഫോളോസ്. ഓൺ പർച്ചേസ് ഓഫ് അസറ്റ് ഓർ ബിസിനസ്, ഒരു ബിസിനസ് വാങ്ങുകയാണെങ്കിൽ ഒരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അപ് ടു ലയബിലിറ്റി ടു വെൻഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അസറ്റ് വാങ്ങും, അതേപോലെ തന്നെ ലയബിലിറ്റിയും ഏറ്റെടുക്കുന്നു കമ്പനി, ടു വെൻഡേഴ്സ് അക്കൗണ്ട്. വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണോ അത് വാങ്ങിയിട്ടത് അതാണ് വെൻഡേഴ്സ് ഉദ്ദേശിക്കുന്നത്, അവരെ. ഇവിടെ ഈ ഒരു കേസിൽ തന്നെ ഇഫ് ദർ ഇസ് എക്സസ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ നെറ്റ് അസറ്റ്, നെറ്റ് അസറ്റിനേക്കാളും പർച്ചേസ് കൺസിഡറേഷൻ കൂടുകയാണെങ്കിൽ ദ ഡിഫറൻസ് ബീയിങ് ക്യാപിറ്റൽ ലോസ് ഈസ് ഡെബിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഗുഡ് വിൽ അക്കൗണ്ട് എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് മാറ്റും. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദ നെറ്റ് അസറ്റ് എക്സീഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ, നെറ്റ് അസറ്റ് പർച്ചേസ് കൺസിഡറേഷനേക്കാളും കൂടുകയാണെങ്കിൽ, നെറ്റ് അസറ്റ് കൂടുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റേണ്ടത്. നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു ഓൺ ദി പർച്ചേസ് അസറ്റുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. ഓൺ ദി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം. ആ അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ആ ക്യാഷിന് പകരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ജേണൽ എൻട്രി അറ്റ് പാറിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണോ അത് വാങ്ങുന്നത് അതാണ് ഉദ്ദേശിച്ചത്, അവരാണ് വെൻഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. അപ്പോൾ അവരുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ അത് പ്രാറിലാണെങ്കിൽ, പ്രീമിയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വെൻഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എക്സ്ട്രാ എന്ത് കൊടുക്കും, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് കൊടുക്കും. ദെൻ ഡിസ്കൗണ്ടിലാണെങ്കിൽ അതേപോലെ തന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എക്സ്ട്രാ എന്തുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് കൊടുക്കും. അപ്പോൾ എല്ലാ ജേണലിനോടും ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും ഒന്ന്, പാറിലാണെങ്കിൽ അങ്ങനെ, പ്രീമിയത്തിലാണെങ്കിൽ അങ്ങനെ, ഡിസ്കൗണ്ടിലാണ് അങ്ങനെ, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിവേക് ലിമിറ്റഡ് took over asset worth ₹5 lakh and liability ₹1,34,000 of മിഥുൻ ട്രേഡേഴ്സ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാം. മിഥുൻ ട്രേഡേഴ്സ് കമ്പനിയുടെ 1,34,000 ലാബിലിറ്റിയും 5 ലക്ഷത്തിന്റെ അസറ്റും കൂടെ ആര് ഏറ്റെടുത്തു? വിവേക് ഏറ്റെടുത്തു. അതാണ് വിവേക് ടുക്ക് ഓവർ. വിവേക് ഏറ്റെടുത്തു. 5 ലക്ഷം അസറ്റും 1,34,000 ലാബിലിറ്റിയും വിവേക് ഏറ്റെടുത്തു എന്നുള്ളതാണ്. സോ വിവേക് ലിമിറ്റഡ് പെയ്ഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ. സ്വാഭാവികമായിട്ടും പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് വിവേക് ലിമിറ്റഡ് എന്ത് ചെയ്തു? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഒന്നിന്റെ വില 100 രൂപയായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. പർച്ചേസ് കൺസിഡറേഷൻ 3,96,000 ആണ് കൊടുത്തത്. പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാനുള്ളത് അതിന്റെ 100 രൂപക്ക് ഡിബഞ്ചർ, 100 രൂപയുടെ ഡിബഞ്ചർ ആയിട്ടാണ് ആ ഒരു പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത്. Give journal entry in the books of Vivek Limited assuming that debentures are issued 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിന് ജേണൽ എൻട്രി. അതേപോലെ മറ്റൊരു ഓപ്ഷൻ 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3,96,000 പർച്ചേസ് കൺസിഡറേഷൻ. ഇത് പർച്ചേസ് ചെയ്തല്ലോ മിഥുൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിനൊരു പകരമായിട്ട് ഒരു കൺസിഡറേഷൻ, ക്യാഷിന് പകരമായിട്ട് അല്ലെങ്കിൽ ക്യാഷ്
3,96,000 ആണ്. ആ 3,96,000 എന്താണ് കൊടുക്കുന്നത്? ക്യാഷ് അല്ല കൊടുക്കുന്നത്, ഡിബഞ്ചർ ആണ് കൊടുക്കുന്നത്. ഒരു ഡിബഞ്ചറിന് 100 രൂപ വെച്ചിട്ട്. ഡിബഞ്ചറിന് 100 രൂപ വെച്ചിട്ട്. അങ്ങനെ നമ്മളതിൻ്റെ ഒരു ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നെറ്റ് അസറ്റ് കാണണം. നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റിൽ നിന്ന് ലാബിലിറ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് കിട്ടും. സോ ഇവിടെ 5 lakh ആണ് ടോട്ടൽ അസറ്റ് ഉള്ളത്. ആ 5 lakhൽ നിന്ന് ലാബിലിറ്റി കുറക്കണം. ഓക്കെ, 5 lakhൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ ടോട്ടൽ നെറ്റ് അസറ്റ് കിട്ടും. ഓക്കെ, നെറ്റ് അസറ്റിലേക്ക് ഒരു നെറ്റ് അസറ്റ് 5 lakh, അതായത് ആ ടോട്ടൽ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറക്കുക. അങ്ങനെയാണ് നെറ്റ് അസറ്റ് കിട്ടുക. ലാബിലിറ്റി 1,34,000. അങ്ങനെ നെറ്റ് അസറ്റ് എത്തിട്ട് 3,66,000 നെറ്റ് അസറ്റ് കിട്ടും. 3,66,000 നെറ്റ് അസറ്റ്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്പർ ഓഫ് ഡിബഞ്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എത്ര ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തതെന്ന് കണ്ടെത്തണം. ശരിക്കും 100 രൂപയുടെ ഡിബഞ്ചറാന്ന് പറഞ്ഞിട്ടുള്ളൂ. എത്ര ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യണത് പറഞ്ഞിട്ടില്ല. കൊടുക്കാനുള്ളത് 3,96,000 എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത് കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് വർക്കിംഗ് ഔട്ടായിട്ട് കൊടുക്കണം. നമ്പർ ഓഫ് ഡിബഞ്ചർ കാണാനുള്ള ഇക്വേഷൻ ജസ്റ്റ് മനസ്സിലാക്കുക. എമൗണ്ട് പേബിൾ ടു ദി വെൻഡർ, ആ വെൻഡർക്ക് എത്രയാണ് കൊടുക്കാനുള്ളത്, അത് ആ വാങ്ങിച്ച ആളുടെ മിഥുൻ ട്രേഡേഴ്സിന് എത്രയാണ് കൊടുക്കാനുള്ളതാണ്. എമൗണ്ട് പേബിൾ ടു വെൻഡർ ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. ഇവിടെ പ്രീമിയം ഉണ്ടായതുകൊണ്ട് ഫേസ് വാല്യൂനോട് കൂടെ പ്രീമിയം കൂട്ടണം. ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. അപ്പോൾ മനസ്സിലാക്കാൻ ഈ പറയപ്പെട്ട ഈ വെൻഡർക്ക് അല്ലെങ്കിൽ മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ളത്, യോഗി ലിമിറ്റഡ് കൊടുക്കാനുള്ളത് എത്രയാണ്? ഈ 3,96,000 ആണ് കൊടുക്കാനുള്ളത്. എമൗണ്ട് പേബിൾ ടു വെൻഡേഴ്സ് 3,96,000. ഫേസ് വാല്യൂ ഒന്നിന്റെ വില 100 ആണ്, പക്ഷേ ഇപ്പം 110 രൂപക്കാണ് കൊടുക്കുന്നത്, പ്രീമിയം അടക്കം അല്ലേ. സോ 3,96,000 ഡിവൈഡ് ബൈ 110. അപ്പം നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3,600 ആണ്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 3,600 ആണ്. ഇനി ജേണൽ എൻട്രിയിലേക്ക് വരാം. ജേണൽ എൻട്രിയിലേക്ക് വരുമ്പോൾ ആദ്യം അസറ്റും ആ ലാബിലിറ്റിയും കൂടെ ഏറ്റെടുത്തത്. അസറ്റ് ഏറ്റെടുക്കുമ്പോൾ എക്സ്പെൻസ് അസറ്റ് സ്വാഭാവികമായിട്ടും അസറ്റ് ആണല്ലോ, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം, ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു ലാബിലിറ്റി ടു മിഥുൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ടു വെൻഡേഴ്സ് എന്നുള്ളിടത്ത് ടു മിഥുൻ ട്രേഡേഴ്സ്. നേരത്തെ ജേണൽ എൻട്രി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ അസറ്റ് 5 ലക്ഷം രൂപയുടെ അസറ്റ് ഏറ്റെടുത്തു. 5 ലക്ഷം നമ്മൾ എഴുതാം. ദെൻ ലാബിലിറ്റി 1,34,000 എഴുതുന്നു. മിഥുൻ ട്രേഡേഴ്സിന് ടോട്ടൽ കൊടുക്കാനുള്ളത് 3,96,000 ആണ്. 3,96,000 എന്ന് പറയുമ്പോൾ അതെങ്ങനെ എമൗണ്ട് കിട്ടിയെന്ന് മനസ്സിലാക്കണം. 36,000 നേരത്തെ പറഞ്ഞു. 36,000 ആണ് ഇവിടെ എന്തുള്ളത്. 36 അല്ല കേട്ടോ, സോറി, 3,600. അപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 3,600 ആണ്. ഒന്നിന് 110 രൂപയാണ് പ്രീമിയം അടക്കം. അങ്ങനെയാണ് 3,96,000 കിട്ടുന്നത്. ഓക്കെ, ആക്ച്വലി 3,96,000 അവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളിത് എല്ലായ്പ്പോഴും ഇത് അഡോപ്റ്റബിൾ ആവില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഡിസ്കൗണ്ട് ഒക്കെ വരുമ്പോൾ അവിടെ പ്രശ്നം വരും. അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ഡിബഞ്ചർ കണ്ടു 3,600, ഒന്നിൻ്റെ വില 110. അങ്ങനെ ടോട്ടൽ 3,96,000 ഡിബഞ്ചർ മിഥുൻ ട്രേഡേഴ്സിന് ആര് കൊടുത്തു? വിവേക് ലിമിറ്റഡ് കൊടുത്തു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 3,96,000 1,34,000 കൂടെ കൂട്ടുക. അതിൽ നിന്ന് 5 ലക്ഷം കുറച്ചാൽ ബാക്കി എത്രയാണോ എമൗണ്ട് വരുന്നത് അത് ഗുഡ്വിൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഗുഡ്വിൽ അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ആണ് ഇതിവിടെ വരുന്നത്. ബാലൻസിങ് ഫിഗർ കണ്ടില്ലേ? ആ ബാലൻസിങ് ഫിഗർ ഗുഡ്വിൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. 3,34,000 പ്ലസ് 3,96,000. അതിൽ നിന്ന് 5 ലക്ഷം കുറച്ചാൽ ബാക്കി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ്
നമ്മളതിൻ്റെ ഒരു ഇവിടെ 1,00,000 ആ ഓക്കെ. ഇനി ഡിസ്കൗണ്ടിലേക്ക് വരാം. ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ടും ചെയ്യേണ്ടത്. ഡിസ്കൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ജേണൽ എൻട്രി നോക്കാം. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി അല്ലേ, മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം, അതും കൂടെ ഉണ്ട്. എന്ത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഇത് ശരിക്കും അസറ്റും ലാബിലിറ്റി ഏറ്റെടുക്കുന്ന ജേണൽ എൻട്രി ആണ്. അതിന് പകരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. 3,96,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര വരിക, 3,600 ഇൻറ്റു 100, അതാണ് 3,60,000. ഇവിടെ 3,600 എണ്ണം ഡിബഞ്ചർ, ഒന്നിൻ്റെ വില 10 രൂപ പ്രീമിയം അല്ലേ. അപ്പം ഇതിവിടെ ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്പർ ഓഫ് ഡിബഞ്ചറൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെയാണ് പ്രീമിയം കറക്റ്റ് കിട്ടുള്ളൂ. 36,000, 3,600 ഇൻറ്റു 10, ദെൻ 3,600 ഇൻറ്റു 100. ദെൻ അതേപോലെ തന്നെ ഡിസ്കൗണ്ടിലേക്കും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇത് നമ്പർ ഓഫ് എന്ത് കാണണം, നമ്പർ ഓഫ് ഡിബഞ്ചർ കാണണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് ഡിബഞ്ചർ കാണണം. നമ്പർ ഓഫ് ഡിബഞ്ചർ കാണുമ്പോൾ ഇവിടെ ശരിക്കും എമൗണ്ട് പേബിൾ എന്ന് പറയുന്നത് 3,96,000 ആണ്. ഡിവൈഡഡ് ബൈ 100 മൈനസ് 10. ഡിസ്കൗണ്ട് എത്രയാണ്, 10 കുറക്കണം. കാരണം ഇവിടെ ഡിസ്കൗണ്ട് ആണ്, അതുകൊണ്ട് കുറക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരിക, 3,96,000 ഡിവൈഡഡ് ബൈ 90 ആണ് വരിക. അപ്പോഴാണ് നമ്പർ ഓഫ് ഡിബഞ്ചർ കിട്ടുള്ളൂ. നമ്പർ ഓഫ് ഡിബഞ്ചർ എത്ര വരും, നമ്പർ ഓഫ് ഡിബഞ്ചറിന്റെ എണ്ണം കിട്ടണം അല്ലേ, 4,400, അതായത് 4,400 അല്ലേ, 4,400. ജേണൽ എൻട്രിയിലേക്ക് വരാം. സൺഡേ അസറ്റ് അക്കൗണ്ട് അപ് ടു, ഇത് മറ്റൊരു കേസാണ് കേട്ടോ, സെക്കൻഡ് കേസാണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു ആൻസറോട് കഴിഞ്ഞു. സെക്കൻഡ് ആൻസർ, സൺഡേ അസറ്റ് അക്കൗണ്ട് അപ് ടു ലാബിലിറ്റി ടു മിഥുൻ ട്രേഡേഴ്സ് 5 ലക്ഷം കൊടുക്കുന്നു, 1,34,000. മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള 3,96,000. ഗുഡ് വില്ലിലേക്ക് 30,000 മാറ്റി. ദെൻ ഇവിടെ ഈ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയിലാണ് ശ്രദ്ധിക്കാനുള്ളത്. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന് കൊടുത്തു. ശേഷം മിഥുൻ ട്രേഡേഴ്സിന് ഡിസ്കൗണ്ടിലാണ് കൊടുത്തത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇവിടെ 4,400 ആണല്ലോ നമ്മളെ ഇത് വരണത്, നമ്പർ ഓഫ് ഡിബഞ്ചർ അല്ലേ, ഇൻറ്റു 90. ഓക്കെ, ഇവിടെ 4,400 ഇൻറ്റു 10, അങ്ങനെയാണ് ആ എമൗണ്ട് കിട്ടുക. ഓക്കെ ആണല്ലോ, 4,40,000.